ഇന്ന് നമുക്ക് ചർച്ച ആരംഭിക്കാനുള്ളത് എന്താ അറിയോ? നമ്മൾ മൗലൂദ് ഓതുന്ന സമയത്ത് അതിന്റെ ഇടയിൽ ഒന്ന് എണീറ്റ് നിൽക്കാറില്ല. അസ്റൊക്കെ ചെല്ലുമ്പോ അതിനെ പറ്റുന്ന ചർച്ചയാണെന്ന്. ഖൗലുഹു ഇന്ദ ഖൗലി ഇബ്നു ഹജർ വഹീന ഇദിൻ വലദതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇബ്നു ഹജർ തങ്ങൾ തന്റെ നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന മൗലിദ് കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ജവാഹിന്റെ മുസന്നി പറയുന്നു, ഇവിടത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള തൻബീഹുൻ ആ വാക്കന്തർ ഉണർത്തലാണ്. എന്താ പറയണത്? ജറദത്തിൽ ആദത്ത് നടന്നുപോയി. ജറത്തിൽ ആദത്ത് നടന്നു, പതിവേ. എന്തുകൊണ്ട്? അന്നഹു ഇദാ സാക്കൽ മൗലിദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ മൗലിദിനെ കുറിച്ച് വഅദ് പറയുന്ന ആള് കൊണ്ടുവരുമ്പോൾ മുത്തുനബി തങ്ങളെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ നബിയെ പ്രസവിച്ച ആ കഥയൊക്കെ പറയുമ്പോൾ കാമൻ നാസു ഇന്ദദാലിക, അതിൽ പറയുമ്പോ നബിന്റെ ആ പ്രസവങ്ങളും കഥകളും പറയുമ്പോ അപ്പ് എണീറ്റ് നിൽക്കും ജനങ്ങൾ എല്ലാവരും. തഅലീമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ ആദരിച്ചുകൊണ്ട് അത് കേൾക്കുമ്പോൾ നബിയുടെ ആദരവ് നിൽക്കുന്നുണ്ട്. ആ ആദരവ് ഉണ്ടായത് കൊണ്ടാണ് അവർ എണീറ്റ് നിൽക്കുന്നത്. അപ്പൊ നബിനെ ആദരിച്ചുകൊണ്ടാണ് അവിടെ ഒരു എണീറ്റ് നിൽക്കുന്നത്. ഈ ഖിയാമിനെ പറ്റി എന്താണ്? വഹാദൽ ഖിയാമു ബിദ്അത്തുൻ ഹസനത്തുൻ, ഇത് നല്ലൊരു ബിദ്അത്തിനെ ഈ നൃത്തത്തെ പറ്റി പറയാനുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ലിമാ ഫീഹ, ഈ നൃത്തത്തിലുണ്ട് അല്ലെങ്കിൽ ഈ ബിദ്അത്തിലുണ്ട് എന്തുണ്ട്? മിൻ ഇൽഹാരിൽ ഫറഹി വസ്സുറൂരി വത്തഅദീമി, നബി തങ്ങളെ ആദരിക്കലുണ്ട്. നബിന്റെ കഥ കേൾക്കുമ്പോൾ നബിനെ കൊണ്ട് സന്തോഷമുണ്ട്, ആഹ്ലാദമുണ്ട്. ഇതെല്ലാം എന്താകുന്നുണ്ട്? ഇവിടെ പ്രകടമാവുന്നുണ്ട്. അങ്ങനെയുള്ള ഒന്നുണ്ട് ഇതിൽ. അതൊക്കെ നല്ലതാണല്ലോ. അങ്ങനെ വരുമ്പോൾ അത് ബിദ്അത്തുൻ ഹസനത്താണ്, നല്ല കാര്യം അതിലുള്ളൂ. പൂർവികന്മാരും നിന്നിട്ടില്ല, അതിന്റെ അടിസ്ഥാനമല്ല. ഇപ്പത് ഒരു ബിദ്അത്താണെങ്കിൽ നല്ല ബിദ്അത്ത് എന്ന് പറയാം. അങ്ങനെയല്ല, ഒന്നുകൂടി കീറി പറഞ്ഞാൽ മുസ്തഹബ്ബത്തുന് സുന്നത്ത് തന്നെയാണ്. എന്ത്? ലിമൻ ഗലബ അലൈഹിൽ ഹുബ്ബു വൽ ഇജ്ലാലു ബിഹാദൻ നബിയിൽ കരീം, ഈ പറയപ്പെടുന്ന നമ്മുടെ ഹബീബ നബിയെ ആദരിക്കുക, ഇഷ്ടം വെക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ അത് ലയിച്ചിട്ട് അതിലങ്ങ് ലയിച്ചു പോയി, അത് മികച്ചു വന്നു. ആ പ്രേമങ്ങളും ബഹുമാനവും അങ്ങനെയുള്ള ഒരാൾക്ക് നിൽക്കൽ സുന്നത്ത് തന്നെയാണ്, അതിന് കൂലി കിട്ടും. വഖദ് വുജിദൽ ഖിയാമു ഇൻദ ദിക്രി ഇസ്മിഹി അഷ്ശരീഫ്, ഈ പറയുന്ന നൃത്തം അഥവാ നബി തങ്ങളുടെ പേര് പറയുമ്പോൾ ആ സന്ദർഭത്തിൽ നിൽക്കുക എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. മിൻ ആലിമിൽ ഉമ്മ, ഈ സമുദായത്തിലെ പണ്ഡിതരിൽ നിന്ന്, വ മുഖ്തൽ അഇമ്മ, ഇമാമുമാർക്ക് തുടരാൻ പറ്റുന്ന മഹാന്മാരിൽ നിന്ന്. ഒരു പണ്ഡിതനുണ്ട്, ആരാണെന്നറിയോ? ദീനും വറഅൻ, സൂക്ഷ്മതയാലും മതപരമായിട്ടും തുടരപ്പെടാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ, അഥവാ അൽ ഇമാം തഖിയുദ്ദീൻ സുബ്കി എന്ന് പറയുന്ന മഹാൻ. ആ മഹാനൊക്കെ നിന്നിട്ടുണ്ട്. വതാബഹു അലാ ദാലിക മശായിഖുൽ ഇസ്ലാം ഫി അസ്രിഹി, മൂപ്പരുടെ കാലഘട്ടത്തിലുള്ള മശായിഖന്മാരൊക്കെ മൂപ്പരോട് ഈ വിഷയം തുറന്നു പോയിട്ടുമുണ്ട്. അപ്പൊ അങ്ങനെ നിന്നവരുണ്ട് ഇതിൽ. അതൊക്കെ നമുക്ക് തെളിവാണ്. അപ്പൊ ആ നൃത്തം നല്ലതാണെന്ന് അവ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഇനി വേറൊന്ന്, വഖദുസ്തഹ്സൽ ഖിയാം ഇന്ദ ദിക്രി മൗലിദിഹി ശരീഫ്, മഹാനായ നബി തങ്ങളെ പറ്റി പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് എണീറ്റ് നിൽക്കലിനെ നല്ലതായി കണ്ടിട്ടുണ്ട്. ആര്? അഇമ്മത്തു ദുർഇയത്തിൻ വരിവായത്തിൻ, റിപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ബുദ്ധിമാന്മാരായ പണ്ഡിതന്മാർ. തൂബാലിമൻകാന തഅലീമുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുഹു മറാമുഹു മർമാഹു, അവൻ തേടപ്പെടുന്നതും അവന്റെ അവസാനത്തതുമായ എന്താണ്? അങ്ങേയറ്റം മുത്തുനബി തങ്ങളെ ആദരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആദരിക്കുന്ന ആളുകൾക്കാണ് എല്ലാ മംഗളങ്ങളും. അപ്പൊ നല്ലതായിട്ട് പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചോദ്യവും അതുപോലെ ഉത്തരവുമായിട്ട് പറയാം. എന്ത്? മാ ഖൗലുൽ ഉലമായ, ഒരു ചോദ്യമുണ്ട് ഇവിടെ. മാ ഖൗലുൽ ഉലമായിൽ മുഹഖഖീന ഫിൽ ഖിയാമി അൽ മഅമൂലി
ബൈനൽ ഉലമാഇ വസ്സുലഹാഇ ഫിൽ അറബി വൽ അജമി ഇൻദ ദിക്രി വിലാദത്തി സയ്യിദുൽ മുർസലീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ഖിറാഅത്തിൽ മൗലിദിൽ മുബാറകി ഹൽ ഹുവ വാജിബുൻ ഔ മുസ്തഹബുൻ ഔ മുബാഹുൻ ഔ ഗൈറു ദാലിക. ഇതാണ് ചോദ്യം. അഥവാ മുത്തുനബി തങ്ങളെ പറ്റി പറയുന്ന മൗലിദ് ഉണ്ടല്ലോ, ആ മൗലിദ് വായിക്കുന്നതിന് ഇടയിൽ അവിടെ നബിന്റെ പേര് പറയും. ആ നബിന്റെ പേരിൽ നബിന്റെ പ്രസവ കഥ പറയും. അങ്ങനെ നബി തങ്ങളെ പ്രസവിച്ച ആ സമയം കൊണ്ട് പറയുമ്പോൾ ഇവിടെ എണീറ്റ് നിൽക്കുന്നൊരു പതിവുണ്ട്. ജനങ്ങൾ പണ്ഡിതന്മാരും എണീറ്റ് നിൽക്കുന്നൊരു പതിവുണ്ട്. അങ്ങനെ പ്രവർത്തിക്കുന്ന ഈ നൃത്തത്തെക്കുറിച്ച് താഷ്ടിക്കിന്റെ പണ്ഡിതന്മാരെന്താ പറയുന്നത്? ആരൊക്കെ ചെയ്യുന്നത്? പണ്ഡിതന്മാർ ചെയ്യുന്നു, നല്ലവർ ചെയ്യുന്നു, അറബികളും അനറബികളും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന നൃത്തം വാജിബാണോ, സുന്നത്താണോ, മുബാഹാണോ അല്ലേ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്ത് പറയുന്നു? അമ്മൽ ഖിയാമു ഇദാ ജാഅ ദക്റു ഇദാ ജാഅ ദിക്റു വിലാദത്തിഹി ഇൻദ ഖിറാഅത്തിൽ മൗലിദി ശരീഫ്. മുത്തുനബി തങ്ങളുടെ മൗലിദ് പാരായണം നടത്തുന്ന സന്ദർഭത്തിൽ അവിടെ എന്ത് പറയും? നബിന്റെ പ്രസവ കഥ പറയുന്നുണ്ട്. അങ്ങനെ പറയുക എന്നുള്ളത് വന്നാൽ തവാറസഹുൽ അഇമ്മ, അങ്ങനെയാണ് ഈ നൃത്തം അല്ലേ? അപ്പൊ ഈ നൃത്തം അങ്ങനെ ഉണ്ടായതാണ്. ഇതെങ്ങനെ കിട്ടി? തവാറസഹുൽ അഇമ്മത്തുൽ അഅ്ലാം വഅഖറഹുൽ അഇമ്മത്തു വൽ ഹുക്കാം മിൻ ഗൈരി നകീരിൻ മുൻകിർ വലാ ഫർദിൻ റാദ്ദിൻ. ഒരാൾക്കും റദ്ദ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒരാൾ ഇൻകാർ ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള രീതിയിൽ വലിയ വലിയ പണ്ഡിതന്മാരടിയുന്നത് ഉടലെടുത്ത് വന്നതാണ്. ഓലൊക്കെ ചെയ്തിട്ടുണ്ട്, അംഗീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെ വന്നതാണ് മറുപടി കൊടുത്തത്. അവിടെ നക്കീറും വന്നിട്ടില്ല, അതുപോലെ തന്നെ ഒരു റദ്ദ് ചെയ്യുന്ന ഒരാളും മാറൊന്നും വന്ന് കാണാനില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത്രത്തോളം ഒരു പ്രാമുഖ്യമുള്ള ഒരു കാര്യമായ സംഗതി തന്നെയാണ് പിന്നെ ഈ ഖിയാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ഹാദ കാന മുസ്തഹിസൻ, ഇത് നല്ലതായിട്ട് വരികയും ചെയ്തു. പണ്ഡിതന്മാർ ചെയ്തതാണല്ലോ. വമൻ യസ്തഹിഖ തഅലീമ, ഈ തഅലീമിനെ ഉടമയാക്കുകയാണെങ്കിൽ, അപ്പോ വല്ലപുരത്തരും ഈ തഅലീമിനെ ഉടമയാക്കിയാൽ എന്തായിരിക്കും? നബി തങ്ങളല്ലാത്ത മറ്റാരെങ്കിലും താഴ്ദീമിനെ ഉടമയാക്കിയിട്ടെങ്കിൽ അങ്ങനെ തന്നെയല്ലേ? കുഴപ്പമില്ലല്ലോ. നമുക്കൊരു തെളിവ് പറയാം. യക്വി മതിയല്ലോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് പറഞ്ഞ സംഗതിയുണ്ട്. മഹാൻ പറഞ്ഞത്, മാ റആഹുൽ മുസ്ലിമൂന ഹസനൻ വഹുവ ഇൻദല്ലാഹി ഹസൻ. മുസ്ലിങ്ങൾ നല്ലതായി കണ്ടത് ഏതൊക്കെയാണോ അതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലത് തന്നെയാണ് എന്നാണ്. ഇത് നല്ലതായി എല്ലാവരും കണ്ടിട്ടുണ്ട്, അവർ കുഴപ്പമില്ല എന്നാണ് മഹാന്മാര് പറയുന്നത്. അജാബ മുഫ്തി ഷാഫിഇയ്യ ഉസ്മാൻ ഹസൻ ദിമിയാത്തി ഷാഫിഇ ജവാബൻ തവീല. മഹാനവർകൾ ദീർഘമായ മറുപടി പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ മറുപടി നദ്കുറു അലാ സബീൽ ഇജ്മൽ, മൊത്തത്തിൽ നമുക്കൊന്ന് പറയാം. അൽ ഖിയാമു ഇൻദ ദിക്രി വിലാദത്തി സയ്യിദുൽ മുർസലീന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളെ പറ്റിയുള്ള ആ ജന്മകഥ പറയുന്ന സമയത്തുള്ള നൃത്തം. എവിടെ? ഫീ ഖിറാഅത്തിൽ മൗലിദി ശരീഫി, മഹാനായ നബി തങ്ങളെ പറ്റി വർണ്ണിക്കുന്ന മൗലിദിനെ ഓതുന്ന സമയത്ത്, മൗലിദ് പാരായണത്തിൽ നബിന്റെ പ്രസവ കഥ പറയും. അപ്പോൾ ആ നൃത്തം എന്തിനാ നിൽക്കുന്നത്? തഅലീമൻ ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ ആദരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള കാര്യം അംറുൻ, അത് നല്ലൊരു കാര്യമാണ്. ലാ ശക്ക ഫി ഇസ്തിഹ്ബാബിഹി, അത് സുന്നത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല, സംശയിക്കണ്ട. ഓ തലബി, അത് ശറയിൽ തേടപ്പെട്ടതാണെന്ന കാര്യത്തിൽ തർക്കിക്കണ്ട. വസ്തിഹിസാനി, അത് നല്ലതാണെന്ന കാര്യത്തിലും സംശയിക്കേണ്ടതില്ല എന്നാണ്. മാത്രമല്ല വയഹ്സുലി ഫാഇലിഹി മിനസ് സവാബി അൽ ഹദ്ദുൽ ഔഫർ വൽ ഖൈറു അക്ബർ, വലിയ കൂലി കിട്ടും അത് ചെയ്യുന്ന ആളുകൾക്ക്. ഏറ്റവും വലിയതായിരിക്കും കൂലി എന്നെ ലഭിക്കുമെന്നാണ് ഈ ഖിയാം ചെയ്താലെന്നാണ് ഈ പറയുന്ന മുഫ്തിയായ ഇമാം ഷാഫിഈ തങ്ങളെ മദ്ഹബ് സ്വീകരിച്ച മഹാൻ പറയുന്നത്. എന്തുകൊണ്ടത് പറയുന്നത്? അന്നോ തഅലീമുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ ആദരിക്കാനുള്ള നൃത്തം. അപ്പൊ തഅലീമു സല്ലല്ലാഹു അലൈഹി വസല്ലമ, അപ്പൊ നബി തങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഈ ആ നൃത്തത്തില് മുസാറഅത്തുൻ ഇലാ റിളാ റബ്ബിൽ ആലമീന, അല്ലാഹു തആലാന്റെ പൊരുത്തത്തിലേക്ക് വേഗത്തിൽ എത്താൻ പറ്റുമോ? നബിക്ക് ഇഷ്ടമല്ല, അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്തിനാദരിക്കുക എന്നുള്ളത്? ആ ഒരു ആദരവാണല്ലോ ഈ നൃത്തം.
മാത്രമല്ല ദീനിന്റെ നിയമങ്ങൾ പലതുമുണ്ട്. ആ പലതുമുള്ള നിയമങ്ങളിൽപ്പെട്ട ശക്തമായ നിയമമാണിത്. ഈ നിയമത്തിനെ പ്രകടമാക്കുക എന്നുള്ളത് അതുമുണ്ടല്ലോ ഇതിന്. അപ്പൊ ആ നൃത്തത്തിൽ അതൊക്കെ പെടുന്നുണ്ടല്ലോ. അപ്പൊ നിൽക്കേണ്ടത് തന്നെയാണെന്നുള്ള അഭിപ്രായത്തിലാണ് ഈ മഹാന്റെ അഭിപ്രായം മനസ്സിലുള്ളത്. അല്ലാഹു തആലയുടെ നിയമങ്ങൾ ആരെങ്കിലും പാലിച്ചാൽ അത് തഖ്വയുടെ അടയാളത്തിൽപ്പെട്ടതാണ്. തഖ്വയുള്ളവർക്ക് അത് കഴിയുള്ളൂ. അല്ലാഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, അല്ലാഹു തആലയുടെ ഹുർമാത്തുകൾ, അല്ലാഹ് ആദരിച്ച കാര്യങ്ങൾ, നിഷിദ്ധമാക്കിയല്ല അല്ലാഹ് ആദരിച്ച കാര്യങ്ങൾ അതാരെങ്കിലും ആദരിക്കുകയാണ് എങ്കിൽ അവൻ റബ്ബിന്റെ അടുക്കൽ ഗുണകരമായ സംഗതിയുണ്ട്. അതിൽപ്പെട്ടതിലെ നബിനെ ആദരിക്കേണ്ടതല്ലേ, നബിനെ ബഹുമാനിക്കേണ്ടതല്ലേ, അതിന് കൂലി കിട്ടും. അപ്പൊ ബഹുമാനത്തോടുകൂടി നബിന്റെ കഥ മൗലിദ് കിതാബിൽ പാരായണം ചെയ്യുമ്പോൾ കാണുമ്പോൾ അവിടെ എണീറ്റ് നിൽക്കാറുണ്ട്. അത് നല്ലതാണെന്ന അഭിപ്രായത്തിൽ.